ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിപ്പോയ കാലത്ത് അവർ തമ്മിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കെയറിങ്ങിന് പോലും ഇസ്ലാമിൽ വലിയ പ്രാധാന്യമാണ്. ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം. 313 സഹാബാക്കളാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഇവരിത്രയും പേരും സ്വർഗത്തിലാണെന്നും അവരുടെ വരാൻ പോകുന്നതും കഴിഞ്ഞതുമായ പാപങ്ങളൊക്കെ പടച്ചോൻ പുറത്തു കൊടുത്തെന്നും റസൂൽ സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടയാളാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എണ്ണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ കാരണം, യുദ്ധത്തിന്റെ അവസ്ഥയിൽ രോഗബാധിതയായ തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. യുദ്ധമൊക്കെ കഴിയുമ്പോൾ ഒരു ഭാഗത്ത് ഇസ്ലാമിന് വേണ്ടി പോരാടിയവരും മറുഭാഗത്ത് തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയ ഒരാളെയും പടച്ചോൻ ഒരേ പദവി കൊടുത്ത് ആദരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തുള്ള പല ബന്ധങ്ങളും സൃഷ്ടിച്ചത് ഈ ദുനിയാവിൽ വെച്ചിട്ടായിരിക്കും. പക്ഷേ ഭാര്യ ഭർത്താവ് എന്ന ബന്ധം സൃഷ്ടിച്ചത് സ്വർഗത്തിൽ വെച്ച് തന്നെയാണ്.